ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന ഏവർക്കും ഹൃദ്യമായ പ്രഭാതവന്ദനവും സ്നേഹവന്ദനവും അറിയിക്കുകയാണ്. ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായി 1 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നാം വായിക്കുന്നു. ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെയായിപ്പോയോ എന്ന് ഭയപ്പെട്ടു. ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന് ആളയച്ചു. ഇത് നിമിത്തം എന്ന് പറയുമ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ തെസ്സലോനിക്ക വിശ്വാസികൾ കടന്നു പോകുന്ന അവസ്ഥ. അവർ വളരെ കഷ്ടതയിലൂടെ കർത്താവിനെ സ്വീകരിച്ചത് നിമിത്തം തെസ്സലോനിക്കയിലുള്ള അവിശ്വാസികളിൽ നിന്ന്, പിശാചിൽ നിന്ന്, ലോകത്തിൽ നിന്ന് അവർ കഷ്ടം സഹിക്കുകയാണ്. കഷ്ടം സഹിക്കുന്ന സഭയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അത് ശുദ്ധീകരിക്കപ്പെടുന്ന സഭയാണ്. ലോകത്തിന് അനുരൂപപ്പെടുന്ന സഭ അത് മലിനമാക്കപ്പെടുന്ന സഭയാണ്. എന്നാൽ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ സഭ ശുദ്ധീകരിക്കപ്പെടുകയാണ്. അപ്പോൾ ഇങ്ങനെ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ പൗലോസ് ഈ സഭയെക്കുറിച്ചുള്ള ഭാരം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ 1-ാം വാക്യത്തിലും ആകയാൽ സഹിച്ചു കൂടാഞ്ഞിട്ട് എന്ന് വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ അക്ഷമ, പൗലോസിന്റെ ഈ വിശ്വാസികളെ കുറിച്ചാണുള്ള ആഗ്രഹം, അവരുടെ വിശ്വാസത്തിന്റെ ആ വസ്തുത, വിശ്വാസത്തിന്റെ അവസ്ഥ, അവർ കർത്താവിൽ നിലനിൽക്കുന്നുണ്ടോ അതോ അവര് പിന്മാറിപ്പോയോ, അവര് കഷ്ടത മധ്യത്തെ തളർന്നു പോയോ, ക്ഷീണിച്ചു പോയോ, അവർ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ, സേവിക്കുന്നുണ്ടോ അതോ ത്യജിച്ചോ, ഈ കാര്യം അറിയാനുള്ള വലിയ ആകാംക്ഷ, അവരെക്കുറിച്ചുള്ളതായ ആ സസ്പെൻസ് അത് നീക്കുവാൻ, അവരെക്കുറിച്ചുള്ള വസ്തുത അറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ സഭയെക്കുറിച്ചുള്ള പൗലോസിന്റെ ഭാരം, തനിക്കുള്ള ആ വലിയ ചിന്താകുലം നമുക്കും മറ്റുള്ള വിശ്വാസികളുടെ ആത്മീയ അവസ്ഥയെക്കുറിച്ച് വളരെ ഭാരമുള്ളവരായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരുടെ വിശ്വാസത്തിന്റെ കുറവിൽ, അവരുടെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ, പ്രതികൂലത്തിന്റെ മധ്യത്തിൽ അവരെ നിലനിർത്തുവാനുള്ള ഉത്തരവാദിത്വവും ഭാരവും ആവശ്യബോധവും ഒക്കെ ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് നമ്മളിവിടെ കാണുന്നത്, പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ. ഈ കഷ്ടതയുടെ മധ്യത്തിൽ പിശാച് അവരെ പരീക്ഷിച്ച് അവരെ പിന്മാറ്റിക്കളയാനുള്ളതായ ശ്രമം ഉണ്ടാകും. ഇവിടെ പരീക്ഷകൻ എന്ന് പറയുമ്പോൾ പിശാചിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 2 നിലയുള്ള പരീക്ഷയുണ്ട്. ഒന്ന്, ദൈവം പരിശോധിക്കുന്നു. ദൈവം നമ്മുടെ വിശ്വാസത്തിന്റെ അപൂർത്തിക്ക് വേണ്ടി, നമ്മുടെ വിശ്വാസം വെളിപ്പെടുത്തുവാനും നമ്മളെ ആത്മീയമായി പുരോഗതിയിലേക്ക് നയിക്കുവാനും നമ്മെ അനുഗ്രഹിക്കുവാനും നമ്മുടെ വിശ്വാസത്തിന്റെ യഥാർത്ഥമായ അവസ്ഥ വെളിപ്പെടുത്തുവാനുമാണ് ദൈവം പരിശോധിക്കുന്നത്. ദൈവം അബ്രഹാമിനെ പരിശോധിച്ചു. എബ്രായർ 11:17 കാണുന്നുണ്ട്. എന്തിനാണ്? അബ്രഹാമിന്റെ ദൈവത്തിലുള്ള സ്നേഹവും വിശ്വാസവും സമർപ്പണവും ഒക്കെ വെളിപ്പെടുത്തി അബ്രഹാമിനെ കൂടുതൽ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ദൈവം പരിശോധിക്കുന്നു. വിശ്വാസത്തിന്റെ നമ്മെ ഉന്നതിയിലേക്ക് നടത്തുമ്പോൾ ദൈവം പരിശോധിക്കുന്നു. എന്നാൽ പിശാച് പരിശോധിക്കുന്ന, നമ്മളെ പരീക്ഷിക്കുന്ന, നമ്മളെ തകർക്കാൻ വേണ്ടിയാണ്, നമ്മുടെ വിശ്വാസം നമ്മളെ അകറ്റിക്കളയാൻ വേണ്ടിയാണ്. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, സാത്താൻ ഉപായത്താൽ ഹവ്വായെ വഞ്ചിച്ചതുപോലെ വിശ്വാസികളുടെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിർമ്മലതയിൽ നിന്നും അകറ്റിക്കളയാൻ വേണ്ടി സാത്താൻ ശ്രമിക്കുന്നു എന്ന്
പൗലോസ് ഭയപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, പിശാചെ പരീക്ഷിക്കുന്ന നമ്മളെ ദൈവത്തിന് അകറ്റിക്കളയാനും ക്രിസ്തുവിനോടുള്ളതായ ആ സ്നേഹത്തിൽ നിന്ന്, ആ സമർപ്പണത്തിൽ നിന്ന് അകറ്റിക്കളയാൻ വേണ്ടിയാണ്. ഇപ്പോൾ കഷ്ടതയുടെ മധ്യത്തിൽ അങ്ങനെയുള്ളതായ പരിശോധന വരാനുള്ള സാധ്യതയുണ്ട്. കഷ്ടത വരുമ്പോൾ ആ കഷ്ടത ഉപയോഗിച്ച് പിശാച് അത് ഒരു ദൈവത്തിൽ നിന്ന് ദൈവമക്കളെ അകറ്റിക്കളയാൻ ഉപയോഗിക്കാം. അങ്ങനെയുള്ളൊരു സാധ്യത പൗലോസ് മുന്നിൽ കണ്ടുകൊണ്ട് ഭയപ്പെടുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും നേരിടുമ്പോൾ സാത്താൻ നമ്മെ തകർത്തുകളയാനുള്ള തന്ത്രങ്ങളുമായിട്ട് വരാം. പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് പൗലോസ് കൊരിന്ത്യർ വിശ്വാസികളോട് പറയുന്നുണ്ട്. അപ്പോൾ പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിഞ്ഞ് അതിന്മേൽ ജയം നേടണം. നമുക്കറിയാം, നമ്മുടെ കർത്താവിനെ പരീക്ഷകൻ അടുത്തു വന്ന് പരീക്ഷിച്ചു എന്ന് മത്തായി 4 വായിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് ദൈവവചനത്താലും ദൈവാശ്രയത്താലും ആ പരീക്ഷകളുടെ മേൽ വിജയം നേടി. നമുക്കും ദൈവവചനത്താലും ദൈവത്തിലുള്ള ആശ്രയത്താലും ദൈവകൃപയിലും ശരണപ്പെട്ട് പരീക്ഷകളുടെ മേൽ, പിശാചിൻ്റെ പരീക്ഷകളുടെ മേൽ വിജയാളികളായി മുന്നോട്ട് പോവുക. അങ്ങനെയായാൽ നമ്മുടെ ജീവിതത്തിൽ പിശാചിൻ്റെ മേൽ ജയം നേടി മുന്നോട്ട് പോകാൻ കഴിയും. ഇവിടെ ഞങ്ങളുടെ പ്രയത്നം വെറുതെയായി പോയോ എന്ന് ഭയപ്പെട്ടു. പൗലോസിൻ്റെ ഭയം, ഇങ്ങനെ പിശാച് തകർത്ത് കളഞ്ഞാൽ പൗലോസിൻ്റെ പ്രയത്നം, ലേബർ എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം, ആ ക്ഷീണിക്കുന്നത് വരെയുള്ള അധ്വാനത്തെയാണ് പ്രയത്നം എന്ന് പറയുന്ന. വിശ്വാസത്തിൻ്റെ വേല, സ്നേഹത്തിൻ്റെ പ്രയത്നം എന്നൊന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് പൗലോസ് തെസ്സലോനിക്കയിൽ ഈ വേല ചെയ്തത്. അപ്പോൾ ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വേലയ്ക്ക് കൊടുക്കുന്ന ത്യാഗം, ദൈവത്തിൻ്റെ വേലയ്ക്ക് നാം നൽകുന്ന സമർപ്പണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഇവിടെ പൗലോസ് പറയുന്നത്. അത് വെറുതെയായിപ്പോയോ എന്ന് പൗലോസ് ഭയപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രയത്നങ്ങളൊന്നും വ്യർത്ഥമായി തീരാതെ വണ്ണം ആ വേലയിൽ ഉൾത്തിരിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വസ്തുത അറിയേണ്ടതിന് ആളയച്ചു. പൗലോസ് തെസ്സലോനിക്കയിലേക്ക് തിമോത്തിയോസിനെ അയച്ചതിന് 2 ഉദ്ദേശമുണ്ട്. ഒന്ന്, ആ വിശ്വാസികളെ കഷ്ടതയുടെ മധ്യത്തിൽ സ്ഥിരപ്പെടുത്തുക, ശക്തിപ്പെടുത്തുക, അവരുടെ വിശ്വാസം ഉറപ്പിക്കുക. മറ്റൊന്ന്, ഇവരുടെ വിശ്വാസത്തിൻ്റെ വസ്തുത ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ, പിശാചിൻ്റെ പരീക്ഷയുടെ മധ്യത്തിൽ, ഈ കഷ്ടതയുടെ മധ്യത്തിൽ അവർ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പൗലോസിനെ അറിയിക്കുവാനും ആ വസ്തുത പൗലോസിനെ അറിയിക്കാൻ വേണ്ടിയാണ് പൗലോസ് തിമോത്തിയോസിനെ അയച്ചത്. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാത്തൊരു ജീവിതമല്ല, കഷ്ടതയില്ലാത്ത ഒരു ജീവിതമല്ല, പിശാചിൻ്റെ പരീക്ഷ ഇല്ലാത്തൊരു ജീവിതമല്ല. ഇവിടെ 2-ാം അധ്യായത്തിൽ അതിൻ്റെ 18-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. പൗലോസിനെയും സാത്താൻ തടസ്സം സൃഷ്ടിച്ചു. അപ്പോൾ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പിശാച് പല പരീക്ഷകളുമായിട്ട് വരും. എന്നാൽ ആ പരീക്ഷകളുടെ മധ്യത്തിൽ, പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ വിശ്വാസം നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് കഴിയുന്നതിന് മീതെ ഒരു പരീക്ഷയും ദൈവം അനുവദിക്കത്തില്ല. മാത്രമല്ല, 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, പരീക്ഷയോടൊപ്പം പോക്കുവഴിയും തരും. നമുക്ക് സഹിക്കാവുന്ന പരീക്ഷ മാത്രമേ ദൈവം അനുവദിക്കുന്നു. അതുകൊണ്ട് നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കണം. പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ, പരീക്ഷയുടെ മധ്യത്തിൽ, പിശാചിൻ്റെ പ്രലോഭനങ്ങളുടെ മധ്യത്തിൽ വിശ്വാസം നിലനിൽക്കണം. അനേക കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണ്. അങ്ങനെ സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. ആ പിശാച് പല നിലയുള്ള തന്ത്രങ്ങളുമായി കടന്നു വരുമ്പോൾ നമ്മെ നശിപ്പിക്കുവാൻ, നമ്മെ വഞ്ചിക്കുവാൻ, നമ്മെ വിഭജിക്കുവാൻ, മോഷ്ടിപ്പാനും അറുപ്പാനും മുടുപ്പാനും അല്ലാതെ കളൻ വരുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് പിശാചിൻ്റെ പരീക്ഷയുടെ മധ്യത്തിൽ പിശാചിൻ്റെ മേൽ ജയം നേടുവാൻ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ അവിടുത്തെ കൃപ മതി, അവിടുത്തെ ശക്തി മതി. ആ ശക്തിയിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. പ്രതികൂലങ്ങളെ തളർന്നു പോകാതെ കർത്താവിൻ്റെ സാക്ഷിയായി മുന്നേറുക. അതിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.